ഫ്രീ റീചാർജ് കിട്ടുന്ന ധാരാളം ആപ്ലിക്കേഷനുകൾ നമുക്ക് നെറ്റിൽ ലഭ്യമാണ്. ഇതിൽ പലതും നമുക്ക് വിശ്വസിക്കാനാവില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത എനിക്ക് റീചാർജ് ലഭിക്കും എന്ന് ഉറപ്പായ ചില ആപ്ലിക്കേഷനുകൾ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഉദാഹരണം ലൈൻ എന്ന ആപ്ലിക്കേഷൻ. ഇന്ന് എംസെൻഡ് എന്ന വേറൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ റീചാർജ് നേടിത്തരുന്നത് അവർ നൽകുന്ന മറ്റു ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. അതായത് ഫ്ലിപ്കാർട്ട് പോലുള്ള പല സൈറ്റുകളുടെ അല്ലെങ്കിൽ പല രീതിയിലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകൾ അവർ ഡൗൺലോഡ് നൽകും. അതിന് എത്രയാണ് ലഭിക്കുന്നതെന്ന് നമുക്കതിൽ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾ മുൻപ് ആ ആപ്ലിക്കേഷൻ, അതായത് ഇപ്പോൾ ഉദാഹരണം ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ മുമ്പ് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവർ പറയുന്ന എമൗണ്ട് റീചാർജ് കിട്ടും. 10 രൂപ ആയിക്കഴിഞ്ഞാൽ, മിനിമം ബാലൻസ് 10 രൂപ ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് റീചാർജിന് അപേക്ഷിക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ മൊബൈലിൽ അത് റീചാർജായി കിട്ടുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് നോക്കാം. നമുക്ക് ചില സമയത്ത് ഇതുപോലെ കളറുകൾ മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എംസെൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എംസെൻഡിൻ്റെ ഡൗൺലോഡ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഡൗൺലോഡ് ലിങ്ക് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇങ്ങനെ കളറുകൾ മാറി മാറി വരുന്നുണ്ടെങ്കിൽ അത് ലോഡ് ആവുന്നില്ല, സെർവർ എന്തെങ്കിലും ബിസി ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരത്തിന് ശേഷം ശ്രമിക്കുക. നമുക്ക് 3 ടാബ് കാണാം: ന്യൂ ഓഫർ, സ്റ്റാർട്ടഡ്, കംപ്ലീറ്റഡ്. ന്യൂ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ അവർ പ്രൊമോഷനായിട്ട് നൽകുന്ന ആപ്ലിക്കേഷനുകൾ. ഈ ആപ്ലിക്കേഷനുകൾ ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ വീതം ലഭിക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഉദാഹരണം കാസ്റ്റിൽ ക്ലാഷ് ഇൻസ്റ്റാൾ ആൻഡ് ഗെറ്റ് ₹4. ചിലപ്പോൾ നോക്കൂ, എയർടെൽ ലൈവ് മൊബൈൽ, എയർടെലിൻ്റെ ഉപഭോക്താക്കൾക്ക് മറ്റുള്ളതായിരിക്കുള്ളൂ. അതിൻ്റെ എമൗണ്ട് 10 ആണ്. ചിലപ്പോൾ ഫ്ലിപ്കാർട്ടാണെങ്കിൽ 15 രൂപ. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അത് ചെയ്തത്, അതായത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടഡ് എന്നതിൽ കാണിക്കും. ഇത് മുമ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാലൻസ് കിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. ഓരോ ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈലിൽ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ അതിൻ്റെ ബാലൻസ് കിട്ടില്ല. പിന്നെ ഈ അക്കൗണ്ടിൽ നിന്നും അവർ വെരിഫിക്കേഷന് ശേഷമായിരിക്കും കംപ്ലീറ്റഡ് എന്നതിൽ നമുക്ക് മാറുന്നത്. കംപ്ലീറ്റഡ് എന്ന് മാറിലേക്ക് മാറുമ്പോൾ മാത്രമാണ് നമുക്ക് ടോക്ക് ടൈമിൽ ബാലൻസ് കൂടുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. നമുക്ക് ഒരെണ്ണം ശ്രമിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. ഇൻസ്റ്റാൾ നൗ എന്നതിൽ പ്രസ് ചെയ്യുക. ഇതിൽ അതിനടിയിൽ കൊടുത്തിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിക്ക് ദ ബട്ടൺ ടു ബി റീഡയറക്റ്റഡ് ടു ദ ഗൂഗിൾ പ്ലേ. ഗൂഗിൾ പ്ലേയിലേക്ക് നമ്മളിവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഗെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകും. അവിടെ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ ദ ഗെയിം ഫോർ അറ്റ്ലീസ്റ്റ് 30 സെക്കൻഡ്. 30 സെക്കൻഡ് ആ ഗെയിം നമ്മൾ കളിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് 4 രൂപ ലഭിക്കുള്ളൂ. റിട്ടേൺ ടു എംസെൻഡ് ടു ഗെറ്റ് ദ ക്രെഡിറ്റ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ നിന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ 30 സെക്കൻഡ് ഗെയിം കളിക്കണം. ചില ആപ്ലിക്കേഷനുകൾ വെറുതെ സെർച്ച് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് ചെയ്താൽ മാത്രം മതി. പലതിനും പല രീതിയിലായിരിക്കും. ചിലത് വെറുതെ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിം 30 സെക്കൻഡ് കളിക്കുകയാണ് വേണ്ടത്.
ഈ ഗെയിമിനെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും വെറുതെ കളിച്ചു നോക്കിയാണ്. ഇപ്പോൾ ഏകദേശം 30 സെക്കൻഡായി കാണും. നമുക്ക് ഗെയിം ക്ലോസ് ചെയ്യാം. നോക്കാം. അപ്പോഴത്തേക്കും SMS വന്നു കഴിഞ്ഞു. LMSend എന്നും പറഞ്ഞ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ 4 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. MSend ആപ്ലിക്കേഷനിലാണ് ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇനി നമ്മളത് നേരെ നമ്മുടെ മൊബൈലിലേക്ക് ടോപ്പപ്പ് ആക്കാം. MSend ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. നമ്മൾ 3 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ, ട്രൈ ചെയ്ത ആപ്ലിക്കേഷൻ, ഇത് 3 ചെയ്തു. ബാക്കിലേക്ക് പോയി നോക്കാം. ഇപ്പം നമ്മുടെ ബാലൻസ് കിടക്കുന്നത് 6 രൂപ എന്നാണ്. റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് മുകളിൽ MSend എന്നാണ് ചെയ്യുന്നതെന്നും താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ആ 6 എന്നുള്ള ഭാഗത്ത് ഡ്രാഗ് ചെയ്താൽ മതി, റിഫ്രഷ് ആവും അക്കൗണ്ട്. നോക്കാം. യു ഏൺഡ് ₹4. 10 രൂപയായി. നമുക്ക് വേണമെങ്കിൽ ടോപ്പപ്പിന് അപ്ലൈ ചെയ്യാം. മിനിമം 10 രൂപയാണ് ടോപ്പപ്പ് ചെയ്യേണ്ട എമൗണ്ട്. ഏകദേശം ഒരു ദിവസം 70-80 രൂപ വരെയും എനിക്ക് ഇതിൽ റീചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പല അക്കൗണ്ടുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം 2-3 മൊബൈലുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ 70 രൂപ റീചാർജ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ധാരാളം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് അക്കൗണ്ട് ക്രെഡിറ്റിൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. നോക്കാം. കംപ്ലീറ്റഡ് ആയാൽ ആ ലിസ്റ്റ് കിടപ്പുണ്ട്. ചില ആപ്ലിക്കേഷനുകളൊക്കെ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തേക്കണം, കാരണം അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടില്ല. വേണ്ട, നോക്കാം. നമുക്ക് SMS വന്ന് കാണാം. ബാലൻസ് നോക്കാം. അപ്പോൾ ഇതുപോലും നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഡൗൺലോഡ് ചെയ്യാൻ ഇതിനൊപ്പം തന്നെ ഡൗൺലോഡ് ലിങ്ക് എന്നും പറഞ്ഞ് ആപ്ലിക്കേഷൻ ലിങ്ക് വെച്ചിട്ടുണ്ട്.
ഓപ്പൺ ആയി വരുന്ന ഇൻ്റർഫേസിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബാലൻസ് 0 എന്ന് കാണാം. ബാലൻസ് ഇതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ആപ്ലിക്കേഷനുകൾ നമുക്ക് ആപ്ലിക്കേഷൻ വഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്താൽ അപ്ഡേറ്റ് ആവും നമ്മുടെ അക്കൗണ്ട്. നോക്കുക, കുറച്ച് ആപ്ലിക്കേഷനുകൾ കാണിച്ചിട്ടുണ്ട്.